ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ LGS പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഓൾ ടോപ്പിക് മോക്ക് ടെസ്റ്റാണ് ഇന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ എല്ലാ ടോപ്പിക്കിൽ നിന്നും കൂടിയുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. 50 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം: പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ ബി കാഞ്ചൻജംഗ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെറ്റു. പക്ഷേ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യൻ ഭൂവിസ്തൃതി? ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി? ഓപ്ഷൻ സി 2.42 ശതമാനം. 2.42 ശതമാനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഓപ്ഷൻ ഡി മ്യാൻമാർ. ഓപ്ഷൻ ഡി മ്യാൻമാർ. അടുത്തത്: പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സിന്ധു. ഓപ്ഷൻ എ സിന്ധു നദിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന്? ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഓപ്ഷൻ സി 2008 നവംബർ 4. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇന്ത്യയുടെ ധാന്യപ്പുര, ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല്, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നു. ഇത് ഏതിനെക്കുറിച്ചുള്ള സൂചനയാണെന്ന് കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ എ അല്ലേ, ഉത്തരമഹാസമതലം. ഓപ്ഷൻ എ ഉത്തരമഹാസമതലം. ലോക കണ്ടൽ ദിനം. ലോക കണ്ടൽ ദിനമായി ആചരിക്കുന്ന ദിവസം? ഓപ്ഷൻ ബി ജൂലൈ 26. ജൂലൈ 26-നാണ് ലോക കണ്ടൽ ദിനമായി ആചരിക്കുന്നത്. വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി. താഴെ പറയുന്നവരിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ സി KM മുൻഷി. KM മുൻഷി. അടുത്ത ചോദ്യം: 2022 ആഗസ്റ്റിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം. 2022 ആഗസ്റ്റിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 75. 2022 കണക്ക് പ്രകാരം ഇന്ത്യയിലെ 75 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും റാബി വിളയ്ക്ക് ഉദാഹരണം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും റാബി വിളയ്ക്ക് ഉദാഹരണം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി കടുക്. ഓപ്ഷൻ ബി കടുകാണ് റാബി വിളയ്ക്ക് ഉദാഹരണം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ഡി കറുത്ത മണ്ണ്. കറുത്ത മണ്ണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഖനികളുള്ളത് ഗുജറാത്തിലാണ്. ലോകത്തിലെ മാംഗനീസ് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഖനികളുള്ളത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ ഡി 1942 ആഗസ്റ്റ് 9. 1942 ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്.
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അവസാനമായിട്ട് നടന്ന ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം ആരുടെ സംഭാവനയാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. ഓപ്ഷൻ ബി സംക്ഷേപ വേദാർത്ഥം. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം ഏത്? ഓപ്ഷൻ സി മലബാർ ആണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയെ കാലഗണനാക്രമത്തിൽ എഴുതുക. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി അല്ലേ? ആദ്യം നടന്നത് അഞ്ചുതെങ്ങ് കലാപം, അത് കഴിഞ്ഞിട്ടുള്ളത് ആറ്റിങ്ങൽ കലാപം, മൂന്നാമത് നടന്നത് കുളച്ചൽ യുദ്ധം, അവസാനം നടന്നത് ഒന്നാം പഴശ്ശി വിപ്ലവം. അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, ഒന്നാം പഴശ്ശി വിപ്ലവം 1793. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചേരുംപടി ചേർക്കുക. താഴെ കുറച്ച് വിറ്റാമിനുകളെയും അവയുടെ രാസനാമങ്ങളെയും നൽകിയിരിക്കുന്നു. അവയെ ചേരുംപടി ചേർക്കുക. വിറ്റാമിൻ സിയുടെ രാസനാമം ഏതാണ്? അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ കെയോ ഫില്ലോക്കിനോൺ. വിറ്റാമിൻ B6 പിരിഡോക്സിൻ. വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഏതു ജീവകത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നാവികരുടെ പ്ലേഗ് എന്ന രോഗം ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നതാണ്? ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നതാണ്? ഓപ്ഷൻ ഡി വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നാവികരുടെ പ്ലേഗ് അഥവാ സ്കർവി. 2023 95ാമത് ഓസ്കർ അവാർഡിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം ഏത്? 2023 ഓസ്കർ അവാർഡിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം. ഓപ്ഷൻ സി എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. താഴെ പറയുന്നവരിൽ 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് നേടിയതാര്? 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് നേടിയത് ആരാണ്? ഓപ്ഷൻ ഡി പിയറി അഗോസ്റ്റിനി. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ആര്? ഓപ്ഷൻ ബി ജോർജി ഗോസ്പോഡിനോവ്. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഓപ്ഷൻ ബി ശ്രുതി തരംഗം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആര്? കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഓപ്ഷൻ എ മമ്മൂട്ടി. താഴെ പറയുന്നവയിൽ വിഘാടകർക്ക് ഉദാഹരണം തിരഞ്ഞെടുക്കുക. ഉദാഹരണം. ഓപ്ഷൻ ബി ഫംഗസ്. അടുത്ത ചോദ്യം, ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പാർക്കിൻസൺസ്? ഓപ്ഷൻ സി നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പാർക്കിൻസൺസ്. ലോകത്ത് ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചൈനയിലെ നഗരം ഏതാണ്? ഓപ്ഷൻ ബി വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ലോകത്ത് ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്.
ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏത്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി സുപ്രീം കോടതി. ഓപ്ഷൻ ഡി സുപ്രീം കോടതി. 2019 ഭേദഗതി പ്രകാരം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്ര? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം. ഓപ്ഷൻ സി 34. ഓപ്ഷൻ സി 34. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 51A. ഇന്ത്യൻ ഭരണഘടനയിൽ 11 മൗലിക കടമകളാണുള്ളത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഇവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ എ അല്ലേ? 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ആരാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ? ഏത് പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി 5-ാം പഞ്ചവത്സര പദ്ധതി. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഓപ്ഷൻ എ അയിരൂർ പുഴ. അയിരൂർ പുഴ. കർണാടകയിൽ നിന്നുത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി. കർണാടകത്തിൽ നിന്നുത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി. ഓപ്ഷൻ ബി വളപട്ടണം നദി. വളപട്ടണം നദിയാണ് കർണാടകത്തിൽ നിന്നുത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്നത്. കേരളത്തിൽ നിന്നുത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കബനി. അടുത്തത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏത്? ഓപ്ഷൻ സി ശാസ്താംകോട്ടക്കായൽ. ശാസ്താംകോട്ടക്കായൽ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്ര മെഗാവാട്ടാണ്? ഓപ്ഷൻ ഡി 780 മെഗാവാട്ട്. 780 മെഗാവാട്ട്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ ബി പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. അമേരിക്കയിൽ DDT നിർത്തലാക്കാൻ കാരണമായ റേച്ചൽ കാഴ്സന്റെ പ്രശസ്തമായ പുസ്തകം. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ റേച്ചൽ കാഴ്സന്റെ പ്രശസ്തമായ പുസ്തകം ഏതാണ്? ഓപ്ഷൻ എ സൈലന്റ് സ്പ്രിംഗ്. സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയിൽ വരുന്ന മാറ്റം. ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയിൽ വരുന്ന മാറ്റം എന്ത്? ഓപ്ഷൻ ബി വേഗം കൂടും. വേഗം കൂടും. അടുത്ത ചോദ്യം, സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും
ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏത്? ഏതാണ്? ഓപ്ഷൻ ബി -40 ഡിഗ്രി. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ആൽബർട്ട് ഐൻസ്റ്റീൻ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം? സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ വരുന്ന ദിവസം ഏത്? ഓപ്ഷൻ ഡി ജൂലൈ 4. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം? ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ ബി അലൂമിനിയം. കൃത്രിമ മഴ പെയ്യിക്കാനായി ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? ഓപ്ഷൻ സി സിൽവർ അയഡൈഡ്. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടിയ pH മൂല്യമുള്ളത് ഏതെന്ന് തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ pH മൂല്യമുള്ളത് ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി രക്തം. അടുത്ത ചോദ്യം, ആമസോണിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്ന നഗരം ഏത്? ഓപ്ഷൻ ഡി ഹൈദരാബാദ്. വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി റീഡിംഗ് മിഷൻ ആരംഭിച്ച സംസ്ഥാനം? വിദ്യാർത്ഥികളിലെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് റീഡിംഗ് മിഷൻ ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ സി ഹരിയാന. ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജവംശം ഏതാണ്? ഓപ്ഷൻ ബി മഞ്ജു രാജവംശം. അവസാനത്തെ ചോദ്യം, റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ? ഓപ്ഷൻ എ ലിയോ ടോൾസ്റ്റോയ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.